ഹായ്, ദിലീഷ് അഗ്രി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ടെറസിൻ്റെ മുകളിലാണ് ഉണ്ടാക്കിയത്. ഒരു 6 ചട്ടിയിലുണ്ട്. മൂന്നാം കൊല്ലമാണ് ഇത് കായ്ക്കുന്നത്. ഇത് മൂന്നാമത്തെ ട്രിപ്പാണ് ഞങ്ങൾക്ക് കായ്ച്ചു കിട്ടുന്നത്. ഈ ജൂൺ തൊട്ടിട്ട് ഇത് കായ്ക്കാൻ നോക്കാം. മാർച്ച് വരെ ഇത് കായ്ച്ചുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് പൂവിട്ടിട്ട് ഇതായതാണ്. കണ്ട പൂ കുഴഞ്ഞെടുക്കണം. ഇന്നലെ പൂവിട്ടതാണ്. ഇത് ഞങ്ങൾക്ക് ഇന്ന് പൂവിടാനല്ല പോവാ. കണ്ട അതിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് പറിക്കാനുള്ള കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടാണ്. അത് ഞങ്ങളിന്ന് പറിക്കും. പിന്നെ ഇത് പുതിയ മുട്ടാണ് വന്നത് കേട്ടോ. ഇത് പിന്നെ അങ്ങോട്ട് വന്നോളൂ. ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാം. ഇതിൻ്റെ പരാഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലതിനൊക്കെ എന്ന് വെച്ചാൽ ഇത് പൂമ്പൊടി തട്ടി കൊടുക്കണം. ഇത് പൂമ്പൊടി തട്ടി കൊടുക്കണം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് പ്രാണികൾ ഇവിടെ നടക്കണ പ്രാണി കണ്ടോ? അതാ ഇതുണ്ടോ, ചെറിയ പ്രാണികൾ ഇങ്ങനെ പോകണുണ്ടല്ലേ കണ്ടാ. ഈ പ്രാണികളാണ് ഇത് പരാഗണം നടത്തുന്നത്. ഇത് ചെറുതേനീച്ചകളാണ്. ചെറുതേനീച്ച കോളനി ഇവിടെ ഇല്ല, എൻ്റെ അടുത്തുണ്ട്. ഞാൻ ഒന്ന് ഉണ്ടാക്കാൻ പരിപാടിയിലാണ് ചെറുതേനീച്ച കോളനി. അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ നാളെ പറിക്കലാണ്. ഇതൊക്കെ ഒരു 400 ഗ്രാമിൻ്റെ അടുത്ത് നിൽക്കണ സാധനം. ചുരുങ്ങിയ 400 ഗ്രാമങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ 1 കിലോൻ്റെ അടുത്തൊക്കെ ആവും. കണ്ടോ, ഇതൊക്കെ ഞങ്ങൾക്ക് നാളെ പൂവാകാനുള്ള സാധനം. ഇന്ന് പൂടും വേണ്ട സാധനങ്ങൾ. ഇത് കണ്ട, ഇതിപ്പോൾ അതിൻ്റെ ശേഷം ഉണ്ടായൊരു കായാണ്. ഇതിപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഇതും ഞങ്ങൾക്ക് പറിക്കാം. നല്ല റോസ് കളറാണ്. ഞങ്ങൾക്ക് അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. എല്ലാവരും പറയും മധുരമില്ല. ഇത് മധുരം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇത് ഞങ്ങൾ ടെറസിൻ്റെ മുകളിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് വേറെ വളങ്ങളൊന്നും നമുക്ക് ചെല്ലിക്കാൻ പറ്റില്ല. വെറും നാടൻ വളങ്ങൾ മാത്രമേ ഇതിന് കിട്ടലുള്ളൂ. അതിനെ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിനുള്ള മധുരമുണ്ട്. ഇതിൻ്റെ കമ്പും ഞങ്ങൾ സെയിലുണ്ട് കേട്ടോ. ആവശ്യക്കാർ വരികയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോഴല്ല ഇത് കട്ട് ചെയ്യേണ്ട സമയം എന്താ വെച്ചാൽ നമ്മൾ മാർച്ച് മാസത്തിലൊക്കെ കട്ട് ചെയ്താൽ ജൂൺ മാസത്തിലേക്ക് നല്ല തയ്യായി കിട്ടും. ഇപ്പോൾ പൂവിടുന്ന കായതിനെ കൊണ്ട് ഞങ്ങൾ കട്ട് ചെയ്യൂല.